നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഞായറാഴ്ച ഇൻ്റർനാഷണൽ യോഗ ഡേ ആണ്. യഥാർത്ഥത്തിൽ എന്താണ് യോഗ, യോഗയുടെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ സെൻറ്റേഴ്സിലും പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കാസർഗോഡ് സെൻറ്ററിലും പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ധർമ്മമാണ്. ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് ധർമ്മമാണ്. അതാണ് ധരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ധർമ്മം. ധർമ്മോ രക്ഷതി രക്ഷിതഃ എന്ന് പറയും. ധർമ്മത്തെ പാലിക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നു. അധർമ്മം എന്ന് പറയുമ്പോൾ എന്താണ്? പ്രാപഞ്ചിക നിയമത്തിന് വിരുദ്ധമായിട്ട് സഞ്ചരിക്കുക. അതാണ് അധർമ്മം എന്ന് പറയുന്നത്. നമുക്ക് പ്രാപഞ്ചിക നിയമത്തിന് വിരുദ്ധമായി സഞ്ചരിക്കാൻ സാധിക്കില്ല. വെറും തോന്നലാണ്. നമ്മുടെ ഓരോ നിമിഷവും വെൽ റെഗുലേറ്റഡ് ആണ്. സ്പേസ് ടൈം ഡയമെൻഷൻ്റെ ഉള്ളിലാണ്. എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു തീർപ്പുള്ള കാര്യമാണ്. ലൈറ്റിൻ്റെ വെലോസിറ്റി അതാണ് സയൻസിൽ ചിന്തിക്കാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന വെലോസിറ്റി. സൗണ്ടിൻ്റെ വെലോസിറ്റി, ദിവസങ്ങളുടെ ദൈർഘ്യം, ഭൂമിയുടെ റെവല്യൂഷൻ, റൊട്ടേഷൻ, പ്ലാനറ്റ്സിൻ്റെ മൂവ്മെൻറ്റ്സ്, ഋതുക്കളുടെ മാറ്റങ്ങൾ, ആറ്റമിക് കോമ്പിനേഷൻസ്, സെൽസ് ഡിവിഷൻസ്, നമ്മുടെ ബോഡിയിലെ ബ്ലഡ് പ്രഷർ, റെസ്പിറേഷൻ, എന്ത് നോക്കിയാലും ഒക്കെ വെൽ റെഗുലേറ്റഡ് ആണ്. നമ്മൾ അതിന് ഉള്ളിൽ നിന്നുകൊണ്ട് ആ റെഗുലേറ്റഡ് ആയിട്ടുള്ള ആ പ്രാപഞ്ചിക നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ജീവിക്കണം. എല്ലാ ജീവജാലങ്ങളും അനുസരിക്കുന്നു. മനുഷ്യന് തോന്നുകയാണ് ഞാൻ ഫ്രീ ആണെന്ന്, എനിക്കിഷ്ടം പോലെ ചെയ്യാം എന്ന് തോന്നുകയാണ്. ഒരു സിംഹം കുട്ടികളുടെ കൂടെ ഇരിക്കുന്നൊരു സീൻ ആലോചിച്ച് നോക്കും. ചെറിയ കുട്ടികൾ സിംഹത്തിൻ്റെ മുകളിൽ ചാടിക്കളിക്കുന്നു, ചിലപ്പോൾ ഓടിപ്പോകുന്നു, ചിലപ്പോൾ സിംഹത്തെ വേദനിപ്പിക്കുന്നു. അപ്പോൾ സിംഹം ദേഷ്യപ്പെടും, ഇങ്ങനെ തട്ടും, തിരിച്ച് തൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരും. ഇതാണ് നമുക്കും സംഭവിക്കുന്നത്. നമ്മളെല്ലാം നമ്മുടെ ഇഷ്ടപ്രകാരം ഓടിക്കളിക്കുന്നു. നമ്മൾ അതിക്രമിക്കുമ്പോൾ ചെറിയൊരു തലോടലിലൂടെ തിരിച്ചു വിളിക്കുന്നു. നമ്മളതിന് മരണം എന്ന് പറയുന്നു, പ്രളയം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇടയിൽ കറക്ഷൻസിന് മിസറീസ് എന്ന് പറയുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കറക്റ്റ് ചെയ്യാൻ
ആ കൈകൾ വരുമ്പോൾ ശരിക്കും നമ്മൾ ബ്ലെസ്ഡാണ്. കാരണം നമ്മൾ പാത്തിന്ന് പോകുന്നു എന്ന് മനസ്സിലാക്കി നമ്മൾ കറക്റ്റ് ചെയ്യുന്നു. ആ കറക്ഷൻ സ്വീകരിക്കുന്ന ആളും ബ്ലെസ്ഡാണ്. കറക്ഷൻ നമ്മൾ മനസ്സിലാക്കുകയാണ്, അത് ശരിക്കും നമ്മൾ പോയതാണ്. അതുകൊണ്ട് നമ്മൾ പുറമേ ബഹളം വയ്ക്കുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ വീണ്ടും നമ്മുടെ പാതയിലേക്ക് വരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ട്രാഫിക് സിഗ്നൽസ് ആലോചിച്ചു, ട്രാഫിക് സിഗ്നൽസ് പാലിക്കാണ്ട് പോകുന്നവർ, ഹെൽമെറ്റ് ഇടാണ്ട് പോകുന്നവർ, സീറ്റ് ബെൽറ്റ് ഇടാണ്ട് പോകുന്നവർ പോലീസ് പിടിക്കുന്നു. അപ്പോൾ എങ്ങനെ ഒഴിവാക്കാൻ നോക്കുകയാണ്. ശരിക്കും അത് നല്ലതല്ലേ? അടുത്ത പ്രാവശ്യം നമ്മൾ ശ്രദ്ധിക്കും. കാരണം നിയമാനുസൃതം അല്ലാതെ എല്ലാവരും ഓടിക്കുകയാണെങ്കിൽ എല്ലായിടത്തും ആക്സിഡൻ്റ് ഉണ്ടാവില്ല. സ്കൂളിൽ ഡിസിപ്ലിൻ, കുട്ടികൾക്ക് ഡിസിപ്ലിൻ മറികടക്കണമെന്ന് ചിന്തയുണ്ട്, ഡിസിപ്ലിനിൽ കൊണ്ടുവരും. ഒരു ഓർഗനൈസേഷൻ ഡിസിപ്ലിൻ്റെ, എനിക്കിഷ്ടമുള്ള സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്യും, എനിക്കിഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യും എന്ന് എംപ്ലോയീസ് ചിന്തിക്കുമ്പോൾ അത് ഇൻഡിസിപ്ലിനാണ്. അപ്പോൾ ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആക്ഷൻസ് എടുക്കേണ്ടി വരുന്നു. അപ്പോൾ അതാണ് ആ കറക്ഷൻസ്, ആ കറക്റ്റീവ് ആക്ഷൻസ് നമുക്ക് വയലൻസ് ഉണ്ടെന്ന് തോന്നാം. പൂർണ്ണമായിട്ടുള്ള ധർമ്മം അഹിംസയാണെന്ന് നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ് ഉണ്ട്. അഹിംസ പരമോ ധർമ്മ. മഹാത്മാഗാന്ധിജി അതുകൊണ്ടാണ് അഹിംസാ സിദ്ധാന്തത്തെ ഇത്രയും ഉയർത്തി കാണിച്ചത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു, സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ. എല്ലാ ധർമ്മങ്ങളും പരിത്യജ് ഞാൻ എന്നുള്ള ധർമ്മത്തിൽ, സ്നേഹം എന്നുള്ള ധർമ്മത്തിൽ ജീവിക്കും. മറ്റുള്ള ധർമ്മങ്ങൾക്കൊക്കെ സ്വധർമ്മങ്ങൾ എന്ന് പറയും, അതൊക്കെ ടെമ്പററീസാണ്. ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഭൂമിയിൽ നടക്കും, വേറെ ഗ്രഹങ്ങളില്ല, നമ്മുടെ സ്വപ്ന ലോകത്തിൽ ഗ്രാവിറ്റി ഇല്ല. അപ്പോൾ ഒരു തലത്തിൽ പാലിക്കേണ്ട നിയമം അവിടെ പാലിച്ചുകൊണ്ടിരിക്കും, അടുത്ത തലത്തിലേക്കും ആ തലത്തിലുള്ള നിയമം പാലിക്കും. ഇന്ത്യയിൽ ജീവിക്കും ഇന്ത്യയുടെ നിയമം, അമേരിക്കയിലേക്കും അമേരിക്കയുടെ നിയമം. അസുഖം വരുമ്പോൾ ഡോക്ടർ പറയുന്ന നിയമം, അതാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മളെ ഫ്ലോയിലേക്ക് കൊണ്ടുവരാനുള്ളതാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ശരിക്കും നമ്മളെ ഈ തരത്തിൽ പ്രാപഞ്ചിക നിയമങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മളെ ശരിക്കുള്ള ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരാനാണ്, ശരിക്കുള്ള ശാസ്ത്രത്തിലേക്ക് കൊണ്ടുവരാനാണ്. ശരിക്കുള്ള ശാസ്ത്രത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള ശാസ്ത്രം അഹിംസയാണ്. എവിടെയും ആരെയും ഇഞ്ചുറി ചെയ്യാൻ നമുക്ക് സാധിക്കരുത്. കാരണം എന്താണ്, ലോകത്തിൽ അങ്ങനെ ഇല്ല, ഫൗണ്ടേഷനിൽ അഹിംസ ഇല്ല. അവിടുന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് സെപ്പറേഷൻ, വരുമ്പോഴാണ് അഹിംസയുടെ ചിന്ത വരുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിന് അഹിംസ പരമോ ധർമ്മ എന്നുള്ള ശ്ലോകത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമുണ്ട്, ധർമ്മത്തെ രക്ഷിക്കാൻ ഹിംസയാകുന്നു. ഇതിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധിജി പറഞ്ഞത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. മഹാത്മാഗാന്ധിജി പറഞ്ഞത് ശരിയാണ്, അത് അൾട്ടിമേറ്റ് ധർമ്മമാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. യൂക്ലീഡിയൻ ലൈൻ പോലെ നമ്മൾ ലൈൻ വരയ്ക്കാൻ പറ്റില്ല, നേർവര വരയ്ക്കാൻ പറ്റില്ല, ഒരു ബിന്ദു ഇടാൻ പറ്റില്ല. ഒരു വര വരച്ചാൽ എന്തായാലും ബെൻഡേ ഉള്ളൂ, കാരണം ഭൂമിയുടെ കർവേച്ചർ ബെൻഡാണ്, പ്രപഞ്ചം ബെൻഡാണ്. പക്ഷേ നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്, പരിശുദ്ധമായിട്ട് ഭാഷ, അങ്ങനെ ഒരു ഭാഷയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് പരമധർമ്മമായിട്ടുള്ള അഹിംസ പാലിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം എത്രയോ പ്രാവശ്യം പറഞ്ഞു. പക്ഷേ നമ്മുടെ ലക്ഷ്യമാണ് അത്. അപ്പോൾ അതിലേക്ക് പോകാനായിട്ട് നമ്മുടെ ജീവിതത്തിലും ആ മാതൃക സ്വീകരിക്കണം. നമ്മൾ റിവേഴ്സസ് വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ റിവേഴ്സ് വരുമ്പോൾ നമ്മളവിടെ ഹിംസ കാണിക്കല്ലേ വേണ്ടത്, നമ്മൾ സ്വീകരിക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകാം. ആക്സെപ്റ്റൻസാണ് നമ്മളെ അഹിംസയിലേക്ക്, സ്നേഹത്തിലേക്ക് നയിക്കുന്നത്. വീട്ടിൽ അച്ഛനും അമ്മയും നമ്മളെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ അനുസരിക്കാതിരിക്കുന്നത് ആണ് ഹിംസ. ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ സ്നേഹത്തിൻ്റെ പാതയിലേക്ക് വരികയാണ്, അവിടെ ഹാർമണി വരുന്നു. രാജ്യത്തിലും അങ്ങനെ തന്നെ ഓരോരുത്തർക്കും ഓരോ നിയമങ്ങളാണ്. ഇപ്പോൾ ഓരോ റിലിജനും ഓരോ നിയമം, ഓരോ സ്റ്റേറ്റിനും ഓരോ നിയമങ്ങൾ, പരസ്പരം ഒരു ഹാർമണി ഇല്ലാണ്ടായി മാറുന്നു. അപ്പോൾ ശരിക്കും ഹിംസാത്മകമായിട്ടുള്ള ഈ സ്ഥിതിക്ക് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ആക്സെപ്റ്റൻസ് വേണം. നമുക്കൊരു കോമൺ കോഡുണ്ട്. ഒരു ഫുട്ബോൾ ടീം കളിക്കിറങ്ങുമ്പോൾ ഒരു കോമൺ കോഡുണ്ട്. ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരും ബ്രില്യൻ്റ് ആയിരിക്കും, പക്ഷേ ടീമിൽ വേണം ഫുട്ബോൾ കളിക്കാൻ. ഒരാൾ ഒറ്റയ്ക്ക് ഗോൾ അടിച്ചാൽ പറ്റില്ല അത്. അപ്പോൾ ടീം സ്പിരിറ്റിൽ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അതിനാണ് സറണ്ടർ എന്ന് പറയുന്നത്, ശരണാഗതി. സറണ്ടർ എന്ന് തോറ്റു കൊടുക്കുകയല്ല, നമ്മളുടെ അൾട്ടിമേറ്റ് ലെവലിലുള്ള ആ ഫ്രീഡത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്ന നിയമങ്ങളെ പാലിക്കണം എന്ന് മനസ്സിലാക്കുന്നതാണ് ശരിക്കും സറണ്ടർ, ശരണാഗതി എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. മഹാത്മാഗാന്ധിജി പറഞ്ഞ വേറെ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഫ്രീഡം ജയിലിലൂടെയാണെന്നാണ്. എല്ലാവരും ജയിലിൽ പോയി. എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്ക് ഫ്രീഡം വേണ്ടാതെ ഉപയോഗിക്കാനുള്ള ടെൻഡൻസി വരുമ്പോഴാണ് ജയിലിടുന്നത്. ജയിലിൽ വരുമ്പോൾ നമ്മൾ കറക്റ്റീവ് ഫാക്ടേഴ്സ്, അവിടെ ഒരു ജയിലറുണ്ട്. ജയിലറും ജയിലിൽ കിടക്കുന്ന ആളും തമ്മിൽ എന്താ വ്യത്യാസം? ജയിലർ ഫ്രീ ആണ്, വരാനും പോകാനും ഫ്രീ ആണ്. ജയിലിൽ കിടക്കുന്ന ആൾ ആ നിയമങ്ങൾ പാലിച്ചിട്ട് ജീവിക്കാൻ തയ്യാറാകുമ്പോൾ അയാളെ ഫ്രീ ആക്കുന്നു. അപ്പോൾ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്നത് മനസ്സിനെ ഉയർത്തുകയാണ് ഫ്രീഡം. നമ്മുടെ ഉയർച്ച ഉള്ളിലാണ്. അതാണ് സ്വരാജ്യം എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞു. ഇതൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്സാണ്. മനസ്സിനെ ഉയർത്തുക, നമ്മളെ പെർഫെക്ഷനിലേക്ക് എത്തിക്കുക, പൂർണ്ണ സ്നേഹത്തിലേക്ക് ഉയർത്തുക. എവിടെയാണ് നമ്മുടെ ഫ്രീഡം ഉള്ളത്? ആ ഫ്രീഡത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലെവലിൽ ശരണാഗതി പ്രാപിക്കണം.
ഓരോ നിയമങ്ങളും നമ്മൾ അറിയാതെ പാലിക്കുന്നു. പ്ലെയിനിൽ പോകണമെന്നുണ്ടെങ്കിൽ പ്ലെയിനിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നു, ട്രാഫിക് റൂൾസ് പാലിക്കുന്നു, ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു. പക്ഷേ അനുസരിക്കാൻ പറയുമ്പോൾ നമുക്ക് അനുസരിക്കാൻ പറ്റില്ല. മനുഷ്യൻ ബോധപൂർവ്വം ഒബീഡിയൻസിനെ എതിർക്കുകയാണ്. അതാണ് നമ്മൾ മാറ്റങ്ങൾ വരുന്നത്. നമ്മൾ അനുസരിക്കണം, നിയമങ്ങളെ അനുസരിക്കുക. നമ്മുടെ രാജ്യത്തിന്, ലോകത്തിന്, സ്പിരിച്വൽ എല്ലാ നിയമങ്ങളെയും അൾട്ടിമേറ്റ്ലി സ്നേഹം എന്നുള്ള നിയമം, ഓൾവേസ് ലവ് നെവർ ഹേർട്ട് എന്നുള്ള നിയമത്തെ പാലിക്കുമ്പോൾ നമ്മൾ ശരിക്കുള്ള ശരണാഗതി, അതാണ് ഈശ്വരൻ്റെ ശരണാഗതി പ്രാപിക്കുക എന്നാണ്. അവസാനം സ്നേഹം തന്നെ വിജയിക്കുള്ളൂ എന്നുള്ള ആ സത്യത്തിൽ നമ്മൾ എപ്പോഴും സ്നേഹത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുമ്പോൾ നമ്മൾ പൂർണ്ണ ശരണാഗതിയിലെത്തുന്നു, സറണ്ടറിലെത്തുന്നു. അതാണ് അൾട്ടിമേറ്റ് ഫ്രീഡം. പിന്നെ പേടിക്കാനില്ല, പിന്നെ ഒന്നിനും എന്നെ നശിപ്പിക്കാം, മരണത്തിനോട് എന്നെ കീഴടക്കാൻ പറ്റില്ല. കാരണം സ്നേഹം എല്ലാ നിയമങ്ങളിലും, എല്ലാ ലോകങ്ങളിലും ഒരേ നിയമം തന്നെ, അത് പൂർണ്ണ സ്നേഹമാണ്. കുറച്ചും കൂടി ഇതേക്കുറിച്ചിട്ട് ചിന്തിക്കൂ. സമർപ്പണം, ശരണാഗതി എന്നുള്ള വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിക്കണം. ഇതാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിലെ എഡ്യൂക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.